അങ്ങനെ ദേ ഓണമൊക്കെ വന്നെത്തി. അപ്പോൾ നമുക്കൊരു സെറ്റ് മുണ്ടിലൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഫേസൊക്കെ നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനെടുത്തിരിക്കുന്നത് പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസിങ് ക്രീമാണ്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ ലാക്മിയുടെ ഒരു സൺസ്ക്രീനാണ്. അത് എല്ലായിടത്തും SPF 50 ആണുള്ളത്, PA++ ഉള്ളതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. നമ്മൾ മേക്കപ്പ് അതായത് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്പൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഞാൻ ഒരു ക്രീം എടുത്തിരിക്കുന്നത് ഗാർണിയറിൻ്റെ ഒരു ക്രീമാണ്. അങ്ങനെ ക്രീം നല്ലോണം ഒന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യുകയാണ്. സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക്, ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും നമുക്ക്. അത് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്തു. പിന്നെ മസ്കാര ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പിങ്ക് കളറിലെ ഹുദ ബ്യൂട്ടിയുടെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനത്തെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഓവറോൾ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞൊരു സിന്ദൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുടി സാധാരണ രീതിയിൽ അഴിച്ചിട്ടിട്ട് ഒരു ബാക്കിലൊരു ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓവറോൾ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടമായോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.